ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിലൊരു റെക്കോർഡുണ്ട്, അതുകൊണ്ട് എനിക്ക് എത്ര ക്ലാരിറ്റിയോടെ കേൾക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു നീഡ് സ്റ്റോർ ചെയ്തൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഞാനതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നതാണെങ്കിൽ കൂടെ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഭൂരിഭാഗവും നമ്മുടെ നീറ്റിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒത്തിരി ഡൗട്ട്സ്. അന്നേരം ആദ്യം ഞാൻ അതിന് ഇൻഡിവിജ്വലി റിപ്ലൈ ചെയ്തു. അത് ആദ്യം 10 കമൻറ്റായി, പിന്നെ 20 കമൻറ്റായി, ഇപ്പോൾ 60-80 കമൻറ്റോളം ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും പിന്നെ അതുകൂടാതെ കുറേ കൊച്ചുങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും കയറി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒത്തിരി ഗൗരവമുള്ള കാര്യമാണ്. അവർക്ക് ശരിക്കും അറിയണം, അതായത് സീരിയസ് ആയിട്ടുള്ള സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറയുന്നത് എൻ്റെ കോളേജിലെ കുറച്ച് മെമ്മറീസ് എനിക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സേഫായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ ഇട്ടു. അത് ഭയങ്കരമായിട്ട് വൈറലായി, 6.9 മില്യൺ ആയി. അങ്ങനെ അതിനനുസരിച്ച് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടി. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോയതാണ്. ആൾ എന്നെ നോക്കി ചിരിച്ച് കുറച്ച് കളിയാക്കിയിട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ റീൽ എടുത്തിട്ടു. അത് ഭയങ്കരമായിട്ട് വൈറലായി. അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അങ്ങനെ ഗ്രാജുവലി എൻ്റെ ആഗ്രഹങ്ങളും വലുതാവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ പിന്നെ കുറേ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതായത് മറ്റേത് ഞാൻ ഇവിടുത്തെ ഓരോരോ പ്രോഗ്രാംസിൻ്റെയൊക്കെ വീഡിയോസ് വേറെ ആരെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ എടുത്തായിരുന്നു യൂട്യൂബിൽ ഇടുന്നത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തിടണം എന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിലെത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്ന് പറയുന്നത്, ഒത്തിരി കമൻസ് കണ്ടു. അന്നേരം എനിക്കതൊന്ന് ഇപ്പം അതിനൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. കുറേ പേര് ലോണിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി പറയാം. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് ആകെ 3 കമൻസേ വന്നിട്ടുള്ളൂ. കൂടുതൽ കമൻസും ഞാൻ ഇട്ട ലോങ് വീഡിയോയ്ക്കും അതിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട ഷോർട്സ് വീഡിയോയ്ക്കുമാണ് ഒത്തിരി കമൻസ് വന്നിട്ടുള്ളത്. അതിൽ അഷ്മാഷർ എന്ന് പറയുന്ന കുട്ടി എൻ്റെ 11th and 12th സ്റ്റോറി പറയുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ നോക്കാം, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇനി വേറൊരു കുട്ടി ചോദിച്ചത്, അശ്വതി MS എന്ന് പറയുന്നൊരു കുട്ടി ചോദിച്ചത്, ചേച്ചി മാർക്ക് അനുസരിച്ച് ഫീസ് സ്ട്രക്ചർക്ക് ചേഞ്ച് ഉണ്ടാവുമോ? വിത്തൗട്ട് ഹോസ്റ്റൽ ഫീ, ഡേ സ്കോളർ എത്രയാവും ഫീ? ക്ലാസ് ഒക്കെ നല്ലതാണോ അവിടെ? ഇവിടെ മാർക്ക് അനുസരിച്ച് നമുക്കങ്ങനെ ഫീസിൻ്റെ വേരിയേഷൻ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഏത് മാർക്കിലാണ് കയറിയതെങ്കിൽ കൂടെ ഫീസ് അടയ്ക്കുന്നവർക്ക് സെയിം ഫീസൊക്കെ തന്നെയാണ്. 9.19 ലാക്കാണ് കേട്ടോ പെർ ഇയർ ഫീസ്. ഇതെന്ന് പറയുന്നത് കോഴ്സ് ഫീയും ഹോസ്റ്റൽ ഫീയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ ഞങ്ങൾ കയറിയ സമയത്തെ ഫീസാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതിൽ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് 1,80,000 ആണ്. നമുക്ക് ഡേ സ്കോളർ ആണെങ്കിൽ 9.19 ലാക്കിൽ നിന്ന് ഇപ്പോൾ എത്ര 1,80,000 കുറയ്ക്കുന്ന ഫീസ് നമ്മൾ അടച്ചാൽ മതി. അതായത് കോഴ്സ് ഫീ മാത്രം അടച്ചാൽ മതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഋഷബ്ദ, നല്ല പേര്. ഞാൻ ബോർഡ് എക്സാം ലെവൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റാണ്. ബട്ട് എനിക്ക് MBBS എന്നുള്ളത് ഡ്രീമാണ്. എനിക്ക് ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റാണ്. ബട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ തന്നെ കിട്ടുമോ? റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ബേസ് എന്തൊക്കെയാണ്? ഫിസിക്സിൻ്റെ കാൽക്കുലേഷനൊക്കെ. അപ്പോൾ നമ്മൾ എവിടെ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ സ്റ്റേറ്റ് സിലബസിലായിക്കോട്ടെ CBSE സിലബസിലായിക്കോട്ടെ, നമ്മൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതിൽ കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ബ്രില്യൻറ്റിലൊരു ഭൂരിഭാഗം ടീച്ചേഴ്സും നമ്മുടെ കയ്യിലൊരു 70% ഉണ്ടെങ്കിൽ ബാക്കി 30% മാത്രം അവരെടുത്ത് പഠിപ്പിക്കുന്നവരാണ്. ചില ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ താഴെ തട്ടിന്ന് മൊത്തം കാര്യങ്ങളും പറഞ്ഞ് മുകളിലോട്ട് കൊണ്ടുവരുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ 2 വർഷം പഠിച്ച കാര്യങ്ങൾ അവരൊരു 10 മാസം കാലയളവിൽ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ എക്സാംസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർക്ക് അതിനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് തിയറി അത്യാവശ്യം കുറച്ച് തറവായിരിക്കണം. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ സാധാ അവിടെ ഇപ്പോൾ ഇത്രയും പഠിച്ച് വന്നിരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അവരെക്കാട്ടി കുറച്ചും കൂടെ എഫേർട്ട്സ് ഇടണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് കുഴപ്പമില്ല. അഥവാ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടെ നമ്മളൊരു റിപ്പീറ്റും കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. റിപ്പീറ്റ് ചെയ്താൽ കിട്ടത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തുമാത്രം അറിവുണ്ടെന്നുള്ളത് ഒരു മാറ്റർ ആണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ റിപ്പീറ്റ് സമയത്ത് തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതത്രേ ഉള്ളൂ.
ഇനി ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയ്ക്ക് വന്ന കമൻസ് വായിക്കാം. ചേച്ചി, പ്രൈവറ്റ് കോളേജിൽ സ്ട്രെസ് ഉണ്ടാവില്ലേ? സാധാരണ മെഡിക്കൽ കോളേജിനെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, ഒരു പ്രോഗ്രാംസും ഉണ്ടാവില്ല, സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. അത് ശരിയാണോ? ഫീ കൊടുത്ത് പഠിച്ചിട്ട് വേർത്ത് ആവില്ലേ? ഇത് ചോദിച്ചേക്കുന്ന ഗോപിക ഗോപു എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഇത് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. സ്ട്രെസ് ഇപ്പം നമ്മൾ പഠിക്കുന്ന കോഴ്സ് MBBS ആണ്. അതിപ്പോൾ ഗവൺമെൻറ്റിൽ പഠിച്ചാലും പ്രൈവറ്റിൽ പഠിച്ചാലും സ്ട്രെസ് ഉള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രെസ്സുണ്ട്. എക്സാം സമയത്തൊക്കെ നമുക്ക് ശരിക്കും ഒരു നമ്മൾ തന്നെ ആണോ എന്നുള്ള തോന്നൽ വരെ ഉണ്ടാവും. വട്ടാണോ, നമുക്ക് എന്തുവാണോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് തന്നെ കൂടി അറിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലായാലും പഠിക്കുന്ന കോഴ്സ് MBBS ആയിരിക്കുന്നിടത്തോളം കാലം സ്ട്രെസ്സുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാംസും ഉണ്ടാവില്ല. അതിപ്പോൾ എനിക്ക് എല്ലാ കോളേജിനെ പറ്റിയും അത്ര കാര്യമായിട്ട് അറിയത്തില്ല. എൻ്റെ കോളേജിൽ എന്തായാലും അത്യാവശ്യം എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. നമുക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്, ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്, പിന്നെ ഇവിടെ യൂണിയൻ ഡേ ഉണ്ട്, ഫ്രഷേഴ്സ് ഡേ ഉണ്ട്, എല്ലാ പ്രോഗ്രാംസും ഉണ്ട്, DJ നൈറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത കുറച്ച് ഷോർട്സിനകത്തിൽ അങ്ങനെയുള്ള വീഡിയോസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്ട്രിക്റ്റ് ആയിരിക്കുമോ? സ്ട്രിക്റ്റ് ഇവരാരും നമ്മുടെ പുറകെ നടന്ന് സ്ട്രിക്റ്റ് ആയിരിക്കും മീൻസ് സ്ട്രിക്റ്റ് എന്നുള്ളതിൽ എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. നമുക്ക് ഹോസ്റ്റൽ റൂൾസ് ഉണ്ട്. അതായത് 9 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം. ഇപ്പോൾ 8 മണിക്ക് തന്നെ ക്ലാസ്സിൽ കയറണം. 4 മണി വരെ ക്ലാസ് ഉണ്ട്. ഇനിയിപ്പോൾ അഥവാ ലീവ് എടുത്താലും നമുക്ക് വലിയ സീനൊന്നും ഇവിടെ ഇല്ല. എന്താണ് ആ സ്ട്രിക്റ്റ് എന്നുള്ളതിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കൂളാണ്, പൊതുവെ ടീച്ചേഴ്സും കൂളാണ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പൂർണിമ എന്ന് പറയുന്ന കുട്ടിയാണ്. ചേച്ചി സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ആരെങ്കിലും ലോൺ എടുത്ത് പഠിക്കുന്നുണ്ടോ? ചേച്ചിയുടെ കോളേജിൽ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഫീ തൊട്ട് ലോൺ കിട്ടുമോ, അതോ സെക്കൻഡ് ഇയർ തൊട്ടോ? പിന്നെ ചേച്ചി സെൽഫ് ഫിനാൻസിങ്ങിൽ ഫീ 4.5 ഇയേഴ്സിലേക്കാണോ അടയ്ക്കേണ്ടത്, അതോ 5.5 ഇയേഴ്സിലേക്കാണോ? പ്ലീസ് റിപ്ലൈ. ഇവിടെ അത്യാവശ്യം കുറച്ചധികം പേര് ലോൺ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ലോൺ കിട്ടുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫീസ് അടയ്ക്കണമല്ലോ. അതായത് നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടി ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കണം. അപ്പോൾ നമുക്ക് കോളേജിൽ കുറച്ച് പേപ്പേഴ്സ് കൊണ്ട് കൊടുത്താൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവത്തുള്ളൂ. അത് നിങ്ങൾക്ക് ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അടയ്ക്കുന്ന ആ ഒരു, ഇപ്പോൾ നിങ്ങൾ ഡേ സ്കോളറാണെങ്കിൽ ഒരു 7 ലക്ഷത്തി സംതിങ് നമ്മൾ അടയ്ക്കുമല്ലോ. അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് ലോൺ വഴി നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടും. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ ഇരിക്കെ കിട്ടും. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് ഫീസ് അടയ്ക്കാൻ പോകുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. കാരണം നമ്മൾ കോളേജിൽ കുറച്ച് പേപ്പേഴ്സ് കൊണ്ട് കൊടുത്താൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവത്തുള്ളൂ. പക്ഷേ കോളേജിലെ പേപ്പേഴ്സ് കൊണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ 7 lakh പേ ചെയ്യണം. പിന്നെ 4.5 ഇയേഴ്സിലേക്കുള്ള ഫീസ് അടച്ചാൽ മതി. ബാക്കി MBBS എന്ന് പറയുന്ന കോഴ്സ് 5.5 ഇയേഴ്സ് ആണ്. അതിൽ 4.5 ഇയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, അതായത് ഫീസോടുകൂടി പഠിക്കുന്നത്. ബാക്കി ഒരു വർഷം ഇൻറ്റേൺഷിപ്പാണ്. അതിൽ നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ കോഴ്സ് ഫീ അടയ്ക്കേണ്ട, ഹോസ്റ്റൽ ഫീ ഒന്നും അടയ്ക്കേണ്ട. വേറൊരു കുട്ടി അത് ജസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുകയാണ്. ചേച്ചി, ഞാനും ചേച്ചിയെപ്പോലെ ആയിരുന്നു. ഐ വാസ് എ സ്കൂൾ ടോപ്പർ ഇൻ CBSE ടിൽ 12th. കറൻ്റ്ലി സൂപ്പർ റിപ്പീറ്റ് ആണ്. ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, എൻ്റെ സർക്കംസ്റ്റാൻസസ് നോട്ട് സപ്പോർട്ടീവ്. അത് ഒരാൾ ജസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആൾക്ക് അങ്ങനെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ഇങ്ങനെ അവരുടെ സങ്കടങ്ങളും പറയുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക. നമ്മുടെ ആഗ്രഹം സത്യമാണെങ്കിൽ നമുക്ക് കിട്ടും. അല്ലാതെ ഇപ്പോൾ ഞാനെന്താ പറയുന്നത്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ കമൻസും നമ്മുടെ ഈ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും പിന്നെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് ഞാൻ നല്ല ഫ്രാങ്കായിട്ട് സംസാരിച്ചു, ജെന്യൂനായിട്ട് സംസാരിച്ചു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരോട് താങ്ക്സ്. അല്ലാതെ അതിനും എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല.
ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോട്ടിവേറ്റിംഗ് ഒരു കുട്ടി കുറേ തവണയായിട്ട് എനിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആളുടെ പേര് കാവ്യ കാർത്തിക എന്നാണ്. നിങ്ങൾക്ക് എൻ്റെ ആ ലോഗോയുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഇടയ്ക്ക് എപ്പോഴും ചേച്ചി നീറ്റ് സ്റ്റോറി പറയുമോ. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇയാൾ ഇത് തന്നെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആൾക്കൊരു അതിനെ ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഇങ്ങനെ ഇഗ്നോർ ചെയ്താൽ അതിന് എന്തോ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കിപ്പോൾ കുറേ നമ്മുടെ ഫാമിലി കൂടുവാണ് ഗൈസ്. എനിക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഏകദേശം 100ഓളം ആളുകൾ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് അതിനോടൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലായതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു ചെറിയ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും നന്നായി. കാരണം അതുപോലും മോട്ടിവേറ്റിംഗ് ആയിട്ട് കുറേ പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി. പിന്നെ വേറൊരാൾ ആളുടെ പേര് മെഗാലോ എന്നെന്തോ കൊടുത്തിരിക്കുന്നത്, ഒറിജിനലാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. വായിക്കാം. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. ഞാനൊരു ഓൺലൈൻ റിപ്പീറ്ററാണ് ബ്രില്യൻറ്റിൽ. കൂടെ BSc മാത്സ് പഠിക്കുന്നുണ്ട്. എന്തിനാണ് BSc എടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ബട്ട് കോളേജ് ചേർന്നതിന് ശേഷം ഞാൻ നീറ്റിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി. ഇതുവരെയും പോർഷൻസ് ഒന്നും ആയിട്ടില്ല. മൂക്കിൽ 300 എബോവ് വരുന്നും ഇല്ല. ഇപ്രാവശ്യം കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉള്ളതായിരുന്നു, അതും പോയി. ഈ കൊല്ലം കിട്ടൂലെന്ന് ഉറപ്പായി. ഞാൻ നെക്സ്റ്റ് ഇയർ എഴുതണോ സെൽഫ് സ്റ്റഡി ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് ഫുൾ സ്ട്രെസ്ഡ് ആയിട്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. എൻ്റെ ഭാഗത്ത് തെറ്റാണ്, ഈ കൊല്ലം ഞാൻ വേസ്റ്റ് ആക്കിയത് അറിയാം. ബട്ട് അടുത്ത വർഷം MBBS സീറ്റ് നേടിയിരിക്കും. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ, നമ്മൾ ചേരുന്ന കോളേജിൽ പ്രോഗ്രാംസ് വരും. അവിടെ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അറിയാലോ, നമുക്ക് ചിലപ്പം നമ്മുടെ ഈ ആഗ്രഹത്തിൽ നിന്ന് വരെ മാറിപ്പോവാം. എനിക്കും അങ്ങനെ കുറച്ച് ഇതുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 2-3 ദിവസം കോളേജിൽ ചെന്ന് കുറച്ച് നീറ്റ് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇനി വേണോ, കാരണം നല്ലൊരു ഫ്രണ്ട് സർക്കിളിനെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കൊരു ഡിറ്റർമിനേഷൻ, ഒരു ഡെഡിക്കേഷനൊക്കെ വേണം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ പിടിച്ച് നിർത്തണം. ഞാനിപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പിടിച്ച് നിർത്തിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് നിങ്ങളോട് ഇത് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിപ്പം റിപ്പീറ്റ് ചെയ്ത് അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പ്യുവറായിട്ടൊരു റിപ്പീറ്റ് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വേറൊരു കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആഗ്രഹത്തിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ BSc കെമിസ്ട്രിയാണ്. BSc നഴ്സിങ്ങിനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ BSc കെമിസ്ട്രിയിൽ അത്രയും പഠിക്കാനില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സമയത്ത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എൻ്റെ അനിയത്തി ഈ ഒരു കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിനൊക്കെ നമ്മൾ ക്യാം ഓഫ് ചെയ്താൽ മതിയല്ലോ. ഞാൻ അവളെ പിടിച്ചെടുത്തുമായിരുന്നു ഓൺലൈൻ ക്ലാസ്സിനൊക്കെ. മാത്രമേ നമുക്ക് വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവൾ എന്നെ വിളിക്കും. എന്നിട്ട് ഞാനിങ്ങനെ എനിക്കറിയാവുന്നതൊക്കെ വെച്ച് തട്ടി അങ്ങ് വിടുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ BSc നഴ്സിംഗുള്ള കോഴ്സ് ഓഫ്ലൈനൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, MBBS പോലെ തന്നെ പഠിക്കാനുള്ള കോഴ്സാണ്. അപ്പോൾ നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണല്ലോ നമ്മൾ വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പ്യുവറായിട്ട് വിട്ട് കളയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾ ഈ MBBS ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വെള്ളത്തിൽ ചവിട്ടി 2 കൂടി ഇല്ലാതാക്കരുത്. ഒരെണ്ണത്തിന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റേതൊരു സൈഡിലൂടെ കൊണ്ടുപോകണം. നമ്മൾ അത്യാവശ്യം ഒരു ടാലൻറ്റ് വേണം അതിന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്ട്രാക്റ്റഡ് ആവാനും കുറേ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പ്യുവറായിട്ടൊരു റിപ്പീറ്റ് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിവേ ഐ വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. അല്ലാതെ ഇപ്പോൾ വേറൊന്നും ഇല്ലല്ലോ. പിന്നെ ആൻഡോ ജേക്കബ്, താങ്ക്സ് ഫോർ യുവർ ജെന്യുവൻ സ്പീച്ച്. പിന്നെയും അച്ചു അക്ഷയ്, എടാ ഇറ്റ്സ് റിയലി മോട്ടിവേറ്റിംഗ്. പിന്നെ ഈ ലോൺ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആഷ്ന, ഞാനിപ്പോൾ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ്. ക്രാഷിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഇയർ കിട്ടുമെന്നൊരു ഹോപ്പില്ല. 1 ഇയർ റിപ്പീറ്റ് ചെയ്യണമെന്ന ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ട്. ബട്ട് കിട്ടിയില്ലെങ്കിലും എന്ന പേടിയുണ്ട് എനിക്ക്. ബ്രില്യൻറ്റിൽ പോകണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ സ്റ്റേറ്റ് സ്റ്റുഡൻ്റാണ്. അവിടെ വരുന്നവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം തന്നെ നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റേറ്റ് സിലബസ് CBSE സിലബസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ റൂംമേറ്റ് ജിപ്മറിൽ പോയ കുട്ടി, അവളെ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു കേട്ടോ.
അതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ലേ. അവിടെ CBSE എന്ന് പറഞ്ഞ പല കുട്ടികൾക്കും കിട്ടാത്ത നേട്ടമാണ് അവൾക്ക് കിട്ടിയത്. അവൾ ജിപ്മറിലാണ് പോയത്, അറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് കോളേജിലാണ് പോയത്. അപ്പോൾ നമ്മൾ എന്താ എവിടെ പഠിച്ചു എന്നുള്ളതിൽ കാര്യമില്ല, ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ പഠിച്ചു എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യമുള്ളൂ. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു തോട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് നാൾക്ക് ശേഷം വരേണ്ട തോട്ടാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമോ അങ്ങനെയുള്ള ഒരു പേടി അതാദ്യം കളയുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിനോട് എനിക്ക് അതേ പറയാനുള്ളൂ. നമ്മൾ ഇപ്പോഴേ അധികം ഡിമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. സ്റ്റേറ്റ് സിലബസ് CBSE സിലബസ് അങ്ങനെയൊന്നുമില്ല. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാതെ ആരും അറിയാനും പോകുന്നില്ല നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആണോ നമ്മൾ CBSE ആണോ എന്നൊക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ആരായാലും ഏത് സിലബസ് പഠിച്ചവരായാലും നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് സെയിമാണ്, NCERT ടെക്സ്റ്റാണ്. അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല, അതിലങ്ങനെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ചില CBSE പിള്ളേരെക്കാട്ടിൽ കൂടുതൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാമായിരിക്കും. ഞാൻ CBSE പഠിച്ചവരെ കുറ്റം പറയല്ല. അതിപ്പം ചിലപ്പോൾ CBSE പഠിച്ചവർക്ക് സ്റ്റേറ്റ് സിലബസിനെക്കാട്ടിൽ കൂടുതൽ അറിയാമായിരിക്കും. അത് ഡിപ്പെൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻസ്പിറേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ട് ആദർശ് കൃഷ്ണൻ, താങ്ക് യു. പിന്നെ ഹന്ന ചേച്ചി പറഞ്ഞ അതേ സിറ്റുവേഷനിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മ, ബട്ട് എനിക്ക് പാഷനാണ്. ഈ വട്ടം ഹോപ്പില്ല. 350 to 400 റേഞ്ചേ ഉള്ളൂ. മോഡൽ എക്സാംസിന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കൊല്ലമാണ്, എനിക്കറിയാം BGM കോളേജ്. ആടാ എടാ, നിങ്ങളുടെ എക്സാം May 5th നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഹോപ്പ് വിടാറ്. നമുക്ക് എക്സാംസ് എഴുതി കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പം ചിന്തിച്ചാൽ പോലെ. ഇപ്പോൾ 350 ആണോ 400 ആണോ, നമ്മൾ എന്തായാലും നീറ്റിന് രജിസ്റ്റർ ചെയ്തു, നീറ്റിന് വേണ്ടി പഠിച്ചു. ഇനിയിപ്പോൾ എഴുതാതെ വേറെ വഴിയില്ല. അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് കിട്ടുമെന്നുള്ള രീതിയിൽ തന്നെ പോയി എഴുതുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോക്കാം, റിപ്പീറ്റ് നോക്കാം. അപ്പോൾ എന്താ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഹോപ്പ് വിടാതെ, നമ്മൾ അങ്ങനെ ആണെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, അത് അപ്പം നോക്കാം. ഇപ്പോൾ എക്സാമിന് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഇതാണ്, എന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല, അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതിന് ആ ഒരു സെൻസിലെടുത്താൽ മതി. നിങ്ങൾ ഇപ്പോഴേ ഭയങ്കരമായിട്ട് ടെൻഷൻ കയറ്റണ്ട. 350 400 200 100 ആയിക്കോട്ടെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചത് മാത്രമേ വരത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എഴുതുക. ബാക്കി അപ്പം നോക്കാം. പിന്നെ ഷിഫാന വേറെ എന്തോ ഇൻസ്പയറിംഗ് നീറ്റ് സ്റ്റോറി. ഞാനും നീറ്റ് പഠിക്കുകയാണ്. May 5th വേണ്ടിയിട്ടുള്ളതാണ്. ചേച്ചിയെപ്പോലെ തന്നെയാണ് ഞാനും. 12th പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാംസിന് വേണ്ടി മാത്രമാണ്. എൻ്റെ 12th റിസൾട്ട് വന്നിട്ടില്ല. 1 മന്ത് പ്രിപ്പറേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. ബയോ മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ, അതും കഴിഞ്ഞിട്ടില്ല. ബാക്കി സബ്ജക്റ്റ് തിയറി ഒന്നും തന്നെ നോക്കിയിട്ടില്ല. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇത് പോരാന്നറിയാം. സോ ബ്രില്യൻറ്റ് ചേരണമെന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ബ്രില്യൻറ്റ് ഹോസ്റ്റലിൽ നിൽക്കുന്നതാണോ ഡെയിലി പോയി വരുന്നതാണോ നല്ലത്? എനിക്ക് ഈ വട്ടം എനിക്ക് വീട്ടിൽ നിന്ന് 1 hour ട്രാവലേ ഉള്ളൂ. പലരും ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽ ജയിൽ പോലെയാണെന്നൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽ ജയിൽ പോലെയൊന്നും അല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്ക് അവിടെ കയറുമ്പോഴേ പേടിയാവുമായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കോറിഡോറിലും സ്റ്റഡി ഹോളിലും എല്ലായിടത്തും പിള്ളേരിരുന്ന് പഠിക്കുക. എന്നിട്ട് നമുക്ക് ശരിക്കും അവരെ കാണുമ്പം ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ ഒരു ടെൻഷനാവും. ചിലവർക്ക് ഈ വീട്ടിൽ ഇരുന്നാൽ പഠിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ മോട്ടിവേഷനുള്ള കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലാണ് നല്ലത്. അവിടെ എന്ന് വെച്ചാൽ 24 മണിക്കൂറും പിള്ളേർ പഠിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്നെ കൂട്ടി ഇത്തിരി ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവർ പഠിക്കുന്ന കാണുമ്പോഴും ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ നടന്ന് പഠിക്കുന്ന കാണുമ്പോൾ ടെൻഷൻ കയറുന്ന ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ശരിക്കും ഡേ സ്കോളർ ആവുന്നതായിരിക്കും നല്ലത്. ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെപ്രാളോ എന്തെങ്കിലും ഒരു വിഷമോ ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ വീട്ടിൽ ആളെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഡിസിഷനാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ ടെൻഷൻ കയറുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡേ സ്കോളർ ആവുന്നതായിരിക്കും നല്ലത്. എവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഗോളിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കണം, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ അനു ചേച്ചി ഏത് കോളേജാണ്? പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ? ഫീസ് എത്രയാണ്? അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. മനസ്സിലാവുന്നില്ലെങ്കിൽ പ്രൈവറ്റ് കോളേജാണ്. ഫീസ് 9.19 lakh പെർ ഇയർ ആണ് കേട്ടോ. കോഴ്സ് ഫീ പ്ലസ് ട്യൂഷൻ ഫീ. ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് 1,80,000 ആണ്. കോഴ്സ് ഫീ പ്ലസ് ട്യൂഷൻ ഫീ അല്ല കേട്ടോ, കോഴ്സ് ഫീ പ്ലസ് ഹോസ്റ്റൽ ഫീ 9.19 lakh. നമ്മൾ കോഴ്സ് ഫീ മാത്രം, അതായത് ഡേ സ്കോളർ ആണെങ്കിൽ 7 lakh സംതിങ് ഫീസ്. പിന്നെ വേറൊരു കുട്ടി, അതിൻ്റെ പേരില്ല, ചേച്ചി ആ ടൈം ഡിഗ്രിയും MBBS എങ്ങനെ കൊണ്ടുപോയി? ആ ഷെഡ്യൂൾ ഒരു വീഡിയോ ആക്കി ഇടാമോ? മീൻസ് സ്റ്റഡി ഹവേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ അതെനിക്കിപ്പോഴും അറിയത്തില്ലടാ. ഞാൻ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയിന്നേ എനിക്കിപ്പോഴും പറയാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം കുറച്ച് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഉടായ്പൊക്കെ ചെയ്യാൻ പറ്റി, അനിയത്തെ പിടിച്ച് ക്ലാസ്സിലിരുത്താനും ഒക്കെ.
അപ്പോൾ അങ്ങനെ പിന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. പിന്നെ നീറ്റ് അടുപ്പിച്ച സമയങ്ങളിലൊക്കെ ഞാൻ കോളേജിലേക്ക് പോയിട്ടേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഏത് കോഴ്സ് കിട്ടിയാലും പോകുമെന്നുള്ളൊരു സാഹചര്യത്തിലായി. കാരണം കെമിസ്ട്രി എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ വിട്ടുപോയി. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എടാ ഒരെണ്ണം ഒരു 80-20 അല്ലെങ്കിൽ ഒരു 70-30 എന്നുള്ള രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേതങ്ങനെ രണ്ടും ഫുള്ള് കൊടുത്ത് പഠിക്കണമെങ്കിൽ അത് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഞാൻ നീറ്റ് എക്സാം അടുപ്പിച്ച സമയത്തൊന്നും ക്ലാസ്സിന് പോയിട്ടില്ല. പിന്നെ എക്സാം കയറി വന്നതായിരുന്നു ആകെ എനിക്ക് ശരിക്കും ഒരു പെട്ടുപോയൊരവസ്ഥ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ 3 കൊല്ലത്തിന് മുമ്പുള്ള കാര്യങ്ങളല്ലേടാ. ഞാൻ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ സാധാ ഒരു പ്യുവറായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എഫേർട്സ് ഇടേണ്ടി വരും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എടാ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദത്തിന് എത്രയാ റാങ്ക് വേണ്ടുന്നത് എന്നുള്ളത്. അത് ഞാൻ പറയാം ഒരു മിനിറ്റ്. ശരിക്കും ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആൾ ചോദിച്ചതെന്ന് വെച്ചാൽ ചേച്ചി ആയുർവേദത്തിന് എത്രയാ റാങ്ക് വേണ്ടേ? കുറച്ച് പേരുടെ എൻ്റെ മാർക്കും റാങ്കും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാനെന്ന് പറയുന്നത് 21 ബാച്ചാണ്, നിങ്ങൾ വരുമ്പോൾ 24 ബാച്ചാണ്. നമ്മൾ 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അറിയാലോ നിങ്ങൾക്ക്, ഓരോ വർഷവും നീറ്റ് എഴുതുന്ന പിള്ളേർക്ക് വ്യത്യാസമാണ്, അവർ സ്കോർ ചെയ്യുന്ന മാർക്കിന് വ്യത്യാസമാണ്, കോമ്പറ്റീഷന് വ്യത്യാസമാണ്. അപ്പോൾ അന്നത്തെ മാർക്കും ഇന്നത്തെ മാർക്കും വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ നോക്കിയിട്ടാണ്. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആയുർവേദത്തിന് എത്രയാ റാങ്ക് വേണ്ടേ? അത് അതിൻ്റെ കാറ്റഗറി മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യം പറയാം. സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്കിപ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 40,166 ആണ്. അപ്പോൾ ആൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 437 ആണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ റാങ്കാണ്. പോയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 40,166 ആണ്. ആൾക്ക് കിട്ടിയ മാർക്ക് 437 ആണ്. ആൾക്ക് അഡ്മിഷൻ കിട്ടിയത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലാണ് ആൾക്ക് അഡ്മിഷൻ കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണോ ചോദിച്ചതെന്ന് കൂടെ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതും എഴുതി വെച്ചിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോയ ലാസ്റ്റ് റാങ്ക് 40,210 ആണ്. ആൾക്ക് കിട്ടിയ മാർക്ക് 109 ആണ്. ആൾക്ക് അഡ്മിഷൻ കിട്ടിയത് ശാന്തിഗിരി ആയുർവേദ കോളേജ് പാലക്കാടാണ് കേട്ടോ. പിന്നെ വേറൊരു ക്വസ്റ്റ്യന് റിയൽ സ്റ്റാറ്റസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പം ചേച്ചി ഒരു 550 മാർക്ക് ഉണ്ടെങ്കിൽ OBC NCയിൽ നിന്ന് MBBS ഗവൺമെൻറ്റിൽ കിട്ടുമോ? പ്ലീസ് റിപ്ലൈ. അപ്പോൾ എടാ 550 ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിരിക്കുന്ന ഇപ്പോൾ OBC NCL എന്ന് പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈഴവ കാറ്റഗറിയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 585 ആണ്. BHലാണെങ്കിൽ പോയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 593 ആണ് ഗവൺമെൻറ്റിൽ കേട്ടോ. ആൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നി പത്തനംതിട്ടയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം രാത്രി ആവുന്നുണ്ട്, ലൈറ്റ് കുറയുന്നുണ്ട്. പിന്നെടാ വേറൊരു അശ്വതി എന്ന് പറയുന്നൊരു കുട്ടി ഫീസ് സ്ട്രക്ചറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, കട്ട് ഓഫിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ഹോസ്റ്റലിൽ നിൽക്കണോ എന്നുള്ളത് നിർബന്ധമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ നിന്നാൽ മതി. ഇവിടെ തന്നെ ഒത്തിരി ഡേ സ്കോളേഴ്സ് ഉണ്ട്. പിന്നെ കട്ട് ഓഫിൻ്റെ കാര്യം അത് ഞാൻ ശരിക്കും നോക്കിയില്ല, അത് ഞാൻ നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഫീസ് ഞാൻ പറഞ്ഞല്ലോ 9.19 lakh പെർ ഇയർ ആണ്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 98% ആണ് എനിക്ക് +2 മാർക്ക്. ആടാ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുടെയും കൂടെയാണ് പറഞ്ഞത് 98. ടോട്ടൽ എനിക്ക് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, മറന്നുപോയി ഗൈസ്. അന്നേരം എനിക്ക് ഇംഗ്ലീഷിന് വേറെ എല്ലാം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ ഓർക്കുന്നില്ല ഗൈസ്. കാരണം നീറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോ ആണല്ലോ, അതിന് 3 കൂടെ 98% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെ എനിക്ക് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി റിപ്ലൈ തരാനോ നോക്കാം. അപ്പോൾ ശരി ഗൈസ്, ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 23 മിനിറ്റോളമായി. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പോർഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചോ കേട്ടോ ഗൈസ്. കാരണം നിങ്ങൾ പഠിക്കാനുള്ള പിള്ളേരാണ്, നിങ്ങൾക്ക് 5-ാം തീയതി എക്സാമാണ്. അങ്ങനെ അനാവശ്യമായിട്ട് ഒന്നിനും സമയം കളയണ്ട. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.